ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ കമ്പിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും കൊണ്ടാണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ വേര് പിടിപ്പിക്കാൻ സെലക്ട് ചെയ്ത ചെടി എന്ന് പറഞ്ഞത് കറിവേപ്പില ചെടിയാണ്. അപ്പോൾ നമ്മുടെ ഈ വർക്കാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണുന്നതാണ് നമ്മുടെ കറിവേപ്പില ചെടി. അപ്പോൾ ഈ കാണുന്ന ചെടിയുടെ കമ്പിലാണ് നമ്മൾ വേര് പിടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ കമ്പിന് നല്ല ഹൈറ്റ് ഉണ്ട്, താഴ്ന്ന നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ നടാനാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറിവേപ്പിലക്ക് നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോർഷനിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ വേര് പിടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പം ചെറിയ പ്രായമാണ്, അധികം കമ്പിനൊന്നും അധികം കനമായിട്ടില്ല, ഒരു പെൻസിലിൻ്റെ കനമായിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഈ പോർഷൻ വെച്ച് നമുക്ക് ഇവിടെ വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ താഴ്ന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന പോർഷനിലാണ് നമുക്കിവിടെ വേര് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. കുപ്പിയുടെ ഈ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കുപ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുപ്പിയുടെ ഈ ബോട്ടത്തിൻ്റെ ഈ സെൻട്രലായിട്ട് നമുക്കൊരു ഹോൾ വേണം. അതായത് ആ കറിവേപ്പില കമ്പിൻ്റെ കനത്തിലായിട്ട് അതിനാണ് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, അതൊന്ന് കയറിപ്പാനായിട്ടുള്ള ഇവിടെ ഹോളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഈ ഗ്യാപ്പിലൂടെ ഒന്ന് കട്ട് ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ അകത്തിയിട്ട് വേണം കറിവേപ്പില തണ്ടിൻ്റെ അകത്തോട്ട് നമ്മൾ കയറ്റി ഇടുക. അതുകൊണ്ടാണ് നമ്മൾ ഇതേ ലെവലിൽ ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ടത്. ഈ കാണുന്ന പോർഷനിലെ തൊലി നമുക്കൊന്ന് കളയണം. തൊലി മാത്രം കളഞ്ഞാൽ ഒരു 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, അതായത് ഈ കാണുന്ന ഒരു 4 സെൻറ്റിമീറ്റർ ഇതിൻ്റെ അളവിലാണ് നമുക്ക് ചുറ്റും ഇവിടുത്തെ തൊലികളൊന്ന് കളയേണ്ടത്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കുപ്പി ഈ പോർഷനിലോട്ട് നമുക്ക് കയറ്റി ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കുപ്പി കറിവേപ്പിലയുടെ കമ്പിനകത്ത് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ കട്ട് ചെയ്ത ഗ്യാപ്പ് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ പോകും. നമുക്ക് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം.
കറുവേപ്പില കമ്പിലെ വേര് പിടിപ്പിക്കുന്ന വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ കുപ്പി ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും വേര് വരുന്നത്. അപ്പോൾ നന്നായിട്ട് വേര് വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് മണ്ണ് എവിടെയാണോ മാറ്റിയിടേണ്ട അങ്ങോട്ട് നമുക്ക് മാറ്റിയിടാം. ചട്ടിയിൽ വേണമെങ്കിൽ നമ്മളിപ്പോൾ ചട്ടി നടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ടൊന്ന് അറിയിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന് നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.